ഹലോ എവരിവൺ, ഐ ആം വിഷ്ണു അശോക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫീൽഡ് സെറ്റിൽ നിന്ന് ഒരു വാല്യൂ സെലക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റാബേസ് ടേബിളിൽ നിന്ന് എങ്ങനെ ഫെച്ച് ചെയ്ത് നമുക്ക് വെബ് പേജിൽ ഷോ ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്കൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ ഒരു 3 റോസിൽ 3 പേരുടെ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെബ് പേജിലേക്ക് ഈ പേരുകൾ നമ്മൾ ഒരു ഡ്രോപ്പ് ഡൗണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഡ്രോപ്പ് ഡൗണും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ ഏജ്, ഇമെയിൽ അഡ്രസ്സ് എന്നിവ എങ്ങനെ ഫെച്ച് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അജാക്സ് എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന അജാക്സ് എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അജാക്സിൻ്റെ ഫയൽ ഇതിൽ കറക്റ്റായിട്ട് വെബ് പേജിൻ്റെ HTML ഫയൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഞാനിവിടെ 3.5.1 എന്ന് പറയുന്ന ഒരു വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ സെലക്ട് ഓപ്ഷൻ്റെ ID ആണ് നെയിം എന്നുള്ളത്, അത് യൂസ് ചെയ്തിട്ടാണ് ക്ലിക്ക് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാലും നമുക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ ക്ലിക്ക് ഇവൻ്റ് ചെയ്യാം. ക്ലിക്ക് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഈ സെലക്ട് ഓപ്ഷനിലെ വാല്യൂ എടുക്കാനായിട്ട് ഒരു സെലക്ട് എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഡിസ്റ്റോർട്ട് വേരിയബിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ മൊത്തം യൂസ് ചെയ്തിട്ട് വാല്യൂ ഫെച്ച് ചെയ്യാൻ പോയാണ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കൺസോൾ ലോഗ് അടിച്ച് നോക്കാം. നമ്മളിവിടെ ഈ സെലക്റ്റിൽ വാല്യൂ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് കണ്ട ഡീറ്റെയിൽസ് എന്ന ടേബിളിൻ്റെ ഓരോ റോയിലെ ID ആണ് വാല്യൂ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂണീക്ക് ആയിട്ടുള്ള വാല്യൂ ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാല്യൂസ് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ID ആണ് ഇവിടെ കൺസോൾ ചെയ്ത് കാണിക്കുന്നത്. 1, 2, 3 എന്നുള്ള ID കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് അജാക്സ് യൂസ് ചെയ്യാം. അജാക്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ടൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തേണ്ടതായിട്ടുണ്ട്. ഈ വ്യൂവിൽ നിന്നാണ് നമ്മൾ ഈ വ്യൂ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മോഡലിൽ നിന്ന് വാല്യൂസ് ഫെച്ച് ചെയ്തെടുക്കുന്നത്. വ്യൂവിന് നമുക്ക് ഒരു നെയിം കൊടുക്കാം. ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ നെയിം കൊടുക്കാം. നമ്മൾ ആദ്യമേ ഒന്ന് അജാക്സ് ഒന്ന് ജസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കാം. $.ajax എന്നാണ് ഇതിൻ്റെ ഇൻഡെക്സ് തുടങ്ങുക. കേളി ബ്രാക്കറ്റിനകത്ത് വേണം നമ്മളിത് ചെയ്യാൻ. ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് ഫെച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ടൈപ്പ് ഈക്വൽ ടു കൊടുക്കുകയാണ്. ക്യാപിറ്റൽ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വ്യൂവിൻ്റെ URL ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട്
വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മളിവിടെ സെലക്റ്റിൽ എടുത്തു വെച്ചേക്കുന്ന വാല്യൂ നമ്മൾക്ക് വ്യൂവിലേക്ക് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡാറ്റ എന്ന് പറയുന്നൊരു പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് വാല്യൂ നമുക്ക് പാസ് ചെയ്യാം. ID എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് വ്യൂവിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. ID-യിൽ ഉള്ള വാല്യൂസ് നമ്മൾ ആദ്യമേ ഇവിടത്തേക്ക് സ്വിച്ച് ചെയ്തെടുക്കുന്നു. നേരത്തെ പറഞ്ഞ് നമ്മൾ മെത്തേഡ് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വാല്യൂ ഗെറ്റ് ക്യാപിറ്റൽ തന്നെ അടിക്കുക. നമ്മൾ ID ഇവിടെ പാസ് ചെയ്തു. ഇനി നമ്മൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിൾ ആക്സസ് ചെയ്യാൻ പോകണം. ആദ്യമേ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിൾ ക്ലിക്ക് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ID-യിലേക്ക് കമ്പയർ ചെയ്ത് വാല്യൂ എടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഏജ് എടുക്കാൻ വേണ്ടി ഏജ് എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഏജ് എന്നാണ് _age എന്നാണ് ഫീൽഡ് നെയിം, അത് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇമെയിൽ എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോറിയാണ്. JSON റെസ്പോൺസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റാബേസിൽ നിന്ന് വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ JSON റെസ്പോൺസ് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ളത് ഫ്രം Django HTTP എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നാണ് നമുക്കിത് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. JSON റെസ്പോൺസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ JSON റെസ്പോൺസ് വെച്ചിട്ട് ID പാസ് ചെയ്യാൻ പോകണം. ഡിക്ഷണറി ആയിട്ടാണ് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു നമ്മൾ ഈ ഏജും ഇമെയിലും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു കീ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ വെബ് പേജിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഏജിന് ഒരു ഡിക്ഷണറിക്കകത്ത് ഏജ് എന്നുള്ള കീ യൂസ് ചെയ്തുകൊണ്ടാണ് ഏജ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഇമെയിൽ എന്നുള്ള യൂസ് ചെയ്തുകൊണ്ട് തന്നെ മെയിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വ്യൂ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു URL കൂടി ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ URL ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ URL-നകത്ത് നമ്മുടെ URL ഇവിടെ കൊടുക്കുക. എന്തൊരു മിസ്റ്റേക്ക് കൊണ്ട് മൊത്തത്തിൽ സെലക്ട് ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ URL കൊടുത്തു. ഇനി നമുക്ക് വാല്യൂസ് ഫെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സക്സസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. അതിനായിട്ടൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. റെസ്പോൺസ് എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് ഇവിടെ വ്യൂവിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ മെയിൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ അവിടുന്ന് വ്യൂവിൽ നിന്ന് എടുത്ത മെയിൽ ഇവിടെ ഫെച്ച് ചെയ്ത് വെക്കുമ്പോഴാണ് അതിന് റെസ്പോൺസ് ഡോട്ട് മെയിൽ അവിടെ കൊടുത്ത നമ്മൾ വ്യൂവിൽ കൊടുത്ത കീവേഡാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇമെയിലിനാണ് നമ്മൾ വ്യൂ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഏജ് നമ്മൾ
സെയിം മെത്തേഡിൽ തന്നെ എടുക്കാൻ പോവുകയാണ്. കറക്റ്റായിട്ട് വാല്യൂ ഫെച്ച് ആയിട്ടുണ്ടെന്ന് നമുക്ക് കൺസോൾ ലോഗ് വെച്ചിട്ട് കൺസോൾ ലോഗ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് എന്തൊരു ഇതുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ URL കൊടുത്തത് തെറ്റാണ്. അപ്പം 2 ഇൻവെർട്ടർ കോമയ്ക്കകത്താണ് നമ്മൾ URL കൊടുക്കേണ്ടത്. ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഒരു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് കൊടുക്കുക. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വാല്യൂസ് കറക്റ്റായിട്ട് ഏജ്, ഇമെയിൽ ID, പിന്നെ നേരത്തെ കൊടുത്ത ID മൂന്നും നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിനി വാല്യൂസ് ഈ ഇൻപുട്ട് ടേബിളിലേക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ഏജ് എന്നുള്ള ID ഉള്ള ഇൻപുട്ട് ടേബിളിലേക്ക് ഫെച്ച് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. ഏജ് എന്നുള്ള പേര് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ IDയുടെ മെയിൽ എന്നാണ് ID. ഗെറ്റ് എലമെന്റ് ബൈ ID. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വിഷ്ണു എന്നുള്ള സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ കറക്റ്റായിട്ടുള്ള ഏജ്, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ കൃഷ്ണ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്.